ഇന്ന് ഞായറാഴ്ച സമയം 4 മണി. മിന്നു പൊന്നു പ്രാർത്ഥിച്ചെണീക്കോ, ബീച്ചിലേക്ക് പോണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ബീച്ചിലേക്ക് സൺറൈസ് കാണാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ സിനമൺ വാട്ടർ കുടിക്കാറുണ്ട് മോർണിംഗ് എഴുന്നേറ്റ ഉടനെ. അത് കുടിച്ചു. അതിനുശേഷം കുറച്ച് പഞ്ചസാര മാറ്റി വെച്ചു. കുറച്ച് മസാല ടീ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യമുള്ള അത്ര പഞ്ചസാര ഇട്ട് എല്ലാവർക്കും കുടിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനൊന്ന് സ്കിൻ കെയർ ചെയ്തിട്ടാണ്. ബീച്ചിലേക്കും കൂടിയാണല്ലോ, സൺറൈസ് കാണാനാണ്. അപ്പോൾ അതുകൊണ്ട് SPF-ഉം മോയ്സ്ചറൈസിങ് ക്രീമും അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു. പുറത്തേക്ക് പോവല്ലേ, അപ്പോൾ എന്തായാലും ഒരു ലിപ്സ്റ്റിക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ മസാല ചായ ഉണ്ടാക്കി അത് കെറ്റിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് അവിടെ പോയി കുടിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചായ ഉണ്ടാക്കി എല്ലാം എടുത്തു വെച്ചു. ഡിസ്പോസിബിൾ ഗ്ലാസും ടിഷ്യൂവും പഞ്ചസാരയും ചായയും ഒക്കെ എടുത്തു വെച്ചു. എനിക്ക് ഇത് വളരെ അധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച ദിവസമാണ്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് ബീച്ചിലേക്ക് പോകണം. ഞാൻ ആദ്യമൊക്കെ യോഗ സെഷൻസ് ബീച്ചിലും എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസങ്ങൾക്കൊക്കെ ശേഷം പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ടൊന്ന് പോകണം, എന്തായാലും ആ ഒരു സൺറൈസ് കാണണം അതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ്. അധികം തിരക്കൊന്നുമില്ല. ഞങ്ങളൊരു 4:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂറിൻ്റെ ഒരു ട്രാവലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെല്ലണ സമയത്ത് ധാരാളം ആൾക്കാരുണ്ട് അവിടെ. കാരണം എനിക്ക് തോന്നുന്നു കൂടുതലും ഇന്ന് വീക്കെൻഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കണം എന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഫ്രഷ് എയർ ആണെന്നുള്ള ഒരു ഗുണമുണ്ടല്ലോ ഈ സമയത്ത്. വളരെയധികം ഭയങ്കര ആ ഒരു തിരമാലയുടെ ശബ്ദം അതൊക്കെ നമ്മളെ വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫാമിലി ആയിട്ടുള്ള ഓരോ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിലേക്ക് നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അവർക്ക് നല്ല നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമുക്കും നമ്മുടെ ഫാമിലി ആയിട്ടുണ്ടാവുന്ന വളരെ നല്ല നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ഫാമിലിയും അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവണം. എന്തോ ഒരു ഭാഗ്യത്തിന് ദൈവം അനുഗ്രഹിച്ചിട്ട് എൻ്റെ മക്കളും ഭർത്താവും ഒക്കെ എന്നോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നടത്തിയെടുക്കാനായിട്ട് എന്നെ വളരെയധികം സഹായിക്കുന്നവരുമാണ് കേട്ടോ. താങ്ക് ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. യോഗ മാറ്റ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പ്രാക്ടീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗ മാറ്റ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ കടലിൻ്റെ സൗണ്ട് നമ്മളെ വളരെയധികം റിഫ്രഷ് ചെയ്യുന്നതാണ്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ്. ഞാനൊരു യോഗ ടീച്ചറും ലൈവ് ഹീലിംഗ് കോച്ചും റേക്കി ഹീലറൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ എന്തായാലും ബീച്ചിലേക്ക് പോകണം. കാരണം നമ്മൾ ആ ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിലുള്ള നെഗറ്റീവ് എനർജി, അതായത് വെള്ളമാണ് നമ്മുടെ ശരീരം മുഴുവനായിട്ട് വ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനർജി ഡിഫറൻസ് വരാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ബീച്ചിൽ പോവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അതിനൊക്കെ ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇന്ന് ഒരു 6:30 കഴിഞ്ഞു. അവിടെ നിന്ന് പോരുന്ന സമയമായപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ അത് പാഴ്സൽ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. വളരെ ഒരു നല്ല ഒരു മോർണിംഗ് തന്നതിന് ദൈവത്തിന് നന്ദി, പ്രപഞ്ച ശക്തിക്ക് നന്ദി, എല്ലാത്തിനും എൻ്റെ കുടുംബത്തിനോടും നന്ദി. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ.